കഴിഞ്ഞ ദിവസം IRGC നല്ല ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ പിന്നാലെ 2 എണ്ണക്കപ്പലുകൾ പിടിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് എണ്ണ കള്ളക്കടത്ത് നടത്തുന്ന കപ്പലുകളാണ്, ടാങ്കറുകളാണിത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഈ മേഖലകളിൽ നിന്ന് ദൂരെ പോകാതെ, അഥവാ നമ്മുടെ ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്തിരിയാത്ത കാലത്തോളം ഞങ്ങളുടെ കപ്പലും ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും. ഈ ഭാഗങ്ങളിലൂടെ പോകുന്ന സംശയാസ്പദമായിട്ടുള്ള കപ്പലുകൾ ഞങ്ങൾ പിടിച്ചെടുക്കുകയും വേണ്ട നിയമ നടപടികൾ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന ഒരു പുതിയ റിപ്പോർട്ടാണ് IRGC പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് 13ഓളം 15ഓളം എന്ന കണക്കുകൾ വ്യത്യാസമാണ്. ഈ 15ഓളം വരുന്ന കപ്പൽ ജീവനക്കാരെയും 2 എണ്ണ ടാങ്കറുകളെയും 1 ദശലക്ഷത്തിലധികം, അഥവാ സാധാരണ കണക്ക് പ്രകാരം 10 ലക്ഷത്തിലധികം ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ അതല്ല ക്രൂഡ് ഓയിലോ ആയിട്ടുള്ള ടാങ്കറാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ IRGCയുടെ കണക്ക് പ്രകാരം ഒരു 10 ലക്ഷത്തിലധികം എണ്ണ അതിലുണ്ട്. 15 പേരിലധികം ഓരോ കപ്പലിലും ഉണ്ട് എന്നാണ് പറയുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകളിൽ കേവലം 15 പേരാണ് ഉള്ളത് എന്ന റിപ്പോർട്ടുമുണ്ട്. ഈ സമ്മറി എടുത്ത് പറയുമ്പോൾ നമ്മൾക്ക് വ്യത്യസ്തതയെ പറയാൻ കഴിയുള്ളൂ. ഇത് കണ്ടിട്ട് നമ്മൾ കളവ് പറയുകയാണ് എന്ന് തോന്നരുത്. കാരണം ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം ചർച്ച റദ്ദ് ചെയ്തു എന്നുള്ള ഒരു പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നു. ഈ മിഡിൽ ഈസ്റ്റിലുള്ള അറബി രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഇസ്രായേലിൻ്റെയും അസാധ്യമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ പേരിൽ റഷ്യ ഇടപെടുകയോ ഇല്ലയോ എന്നുള്ള അറിയില്ല. റഷ്യയുമായിട്ട് സംസാരിക്കുകയും ചൈനയുമായി സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അമേരിക്കൻ ഗവൺമെൻറ് ട്രംപ് പറഞ്ഞു ചർച്ചയാകാം. കാരണം ചർച്ച ഇല്ലാതെ പോകാൻ കാരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ ഗവൺമെൻറ് അബ്ബാസ് അരാസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മസൂദ് പെഷസ്കിയാൻ്റെ പ്രത്യേക പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് US-ൻ്റെ പ്രത്യേക ഒരു പ്രതിനിധി സംഘം ഈ ഒമാനിലേക്ക് വരേണ്ടതില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല എന്നാണ്. അത് പലരും കണ്ടിട്ട് പിന്നീട് ചർച്ച അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതിന് മുമ്പ് ചെയ്ത വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു സംഭവം ഇല്ല, നിങ്ങൾ കളവ് പറയാണ്. സത്യത്തിൽ അങ്ങനെ കളവ് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഗ്ലോബൽ ന്യൂസുകൾ മാറുമെന്നുള്ളൊരു മിനിമൽ കാര്യം അല്ലെങ്കിൽ ഒരു തോന്നൽ, കോമൺ സെൻസ് എന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ടാകണം നമുക്ക്. കാരണം ഇപ്പോൾ പറഞ്ഞത് അടുത്ത നിമിഷം പറയില്ല, പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാര്യം. ഞാനീ പറയുന്നത് ഈ 2 കപ്പലുകൾ ഏത് രാജ്യത്തിൻ്റെത് എന്നൊന്നും IRGC പ്രഖ്യാപിച്ചിട്ടില്ല. കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സംശയാസ്പദമായിട്ട് 10 ലക്ഷത്തോളം വരുന്ന എണ്ണ ഉൾക്കൊള്ളുന്ന 2 കപ്പലുകളെയും 13ഓ 15ഓ പേരെയും ഞങ്ങൾ ബന്ദിയാക്കിയിട്ടുണ്ട്, അഥവാ ഞങ്ങളെ അധീനതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള വിലയിരുത്തലുകൾക്ക് ശേഷം അത് വിട്ടുകൊടുക്കുന്നതാണ്. ഇതാണ് ന്യായം. ഇനി അമേരിക്ക പിടിച്ച കപ്പലിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്ക പിടിച്ച കപ്പലിൻ്റെ ബാക്കിയുള്ള റിപ്പോർട്ടുകൾ പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ എണ്ണ അമേരിക്ക കൊണ്ടുപോയി എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. അത്ര ലക്ഷക്കണക്കിന് എണ്ണ ടാങ്കറുകളെ അല്ലെങ്കിൽ എണ്ണയുള്ള ടാങ്കറുകളെ പിടിച്ച് അമേരിക്കയുടെ സൈന്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ IRGC അഥവാ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്നത് നിയമപരമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് നിയമത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഇടപാട് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെയും അവരുടെ എണ്ണയും കപ്പലിനെയും ഒക്കെ ഞങ്ങൾ വിട്ടുകൊടുക്കും. ഇതാണ് മാന്യമായ ശൈലിയും ഇസ്ലാമിക സന്ദേശവും. അതല്ലാതെ പിടിച്ചു പറയുന്നത് ഇസ്ലാമിലില്ല എന്ന് മനസ്സിലാക്കാം. അതൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വായിക്കണം. ഇത് തന്നെ പിടിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പേർഷ്യൻ ഗൾഫുകളിൽ ഈ പ്രധാനപ്പെട്ട അമേരിക്കയുടെ മിക്ക കപ്പലുകളും നങ്കൂരമിട്ടിട്ടുണ്ട്, കുറേ ദൂരങ്ങളിലായിട്ടും അടുത്തുമായിട്ട്. ഈ ഒരു സിറ്റുവേഷൻ മാറുന്നത് വരെ ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള കപ്പലുമായിട്ട് ഈ ഏരിയയിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് സംശയം തോന്നുന്ന എല്ലാ കപ്പലുകളെയും പരിശോധിക്കുകയും കൂടുതൽ നിവാരണത്തിന് വേണ്ടി അതിനെ ബന്ദിയാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നല്ല രീതിക്കുള്ള ഒരു മുന്നേറ്റമാണ് ഈ IRGCയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇതിനെ വളച്ചൊടിച്ച് ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ടു. പക്ഷേ ആകസ്മികമായിട്ടുണ്ടായതല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംശയാസ്പദമായത് നിങ്ങൾ പിടിക്കുമ്പം ഞങ്ങൾക്ക് സംശയമുള്ളത് ഞങ്ങളും പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കപ്പൽ പിടിച്ചത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.